ചില ആൾക്കാർക്ക് വലിയ നെറ്റി ഉണ്ടാവും, എന്താ കുറേ എഴുതാണ്ടാവും. ചില ആൾക്കാർക്ക് അത്രയൊന്നും എഴുതാണ്ടാവില്ല, ആകപ്പാടെ ലേശം എഴുതാണ്ടാവും. അപ്പോൾ എഴുതാനുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നെറ്റിയിൽ എഴുതി വെച്ചു. അതിലെഴുതിയതൊന്നും എന്തുണ്ടാവില്ല, അതിൽ എഡിറ്റിംഗ് കുറവാണെന്നാണ് പറയണം. ഭാഗവതത്തിലും വേദന എഡിറ്റിംഗ് ഇല്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ഭഗവാൻ വേണമെങ്കിൽ ചില സ്പെഷ്യൽ കേസിൽ മാത്രമേ എന്ത് നടത്തുള്ളൂ, എഡിറ്റിംഗ് നടത്തും. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ആ എഴുതിയ കാര്യമൊക്കെ അതുപോലെ ഉണ്ടാവുകയാണ് ചെയ്യുക. ഏതായാലും പ്രാരബ്ധം എന്നാണ് പറയുക. അപ്പം പ്രാരബ്ധം അനുഭവിച്ചു തീർക്കണം, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഭഗവാനെ ഭജിച്ചാൽ ഭഗവാൻ പറയണു ഞാൻ എന്ത് ചെയ്യും, ആ പ്രാരബ്ധം കുറേ ഭഗവാൻ ഒഴിവാക്കി തരും. ഇപ്പോൾ ഒരാൾ ഒരു 12 കൊല്ലം ഇങ്ങനെ ശയ്യാവലംബിയായിട്ട് കിടക്കാൻ ഒരു യോഗം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഗുരുവായൂരപ്പനെ നല്ലതുപോലെ ഭജിച്ചു, ഭക്തിയോടെ ഭജിച്ചു ചോദിക്കണം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും, ഭഗവാൻ വന്നിട്ട് ചെറിയൊരു എഡിറ്റിംഗ് നടത്തും. എന്നിട്ട് ആ 12-ലെ 1 ഭഗവാൻ മാച്ചു കളയും. ഈ ചില ആൾക്കാരുണ്ട്, ചില പ്രത്യേക വെളുത്ത മഷിയുള്ള പേന കൊണ്ടൊക്കെ മാറ്റണത് കണ്ടല്ലേ. ചില ആൾക്കാർ എന്താണ് ചില ബ്ലേഡൊക്കെ എടുത്തിട്ട് ചുരണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, മാറ്റി കാണും. ഇതുപോലെ ഗുരുവായൂരപ്പൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ 12-ലെ 1 മാച്ചു കളയും. അപ്പോൾ എന്തായി, 2 കൊല്ലം അനുഭവിച്ചാൽ മതി. ഈശ്വര, 12 കൊല്ലം അങ്ങനെ കിടക്കേണ്ട മോള് വയ്യാണ്ട് ഇങ്ങനെ കിടക്കേണ്ട ഒരാൾ ഭഗവാനെ ഭജിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, 10 കൊല്ലം കുറച്ച് കൊടുത്തില്ലേ, നല്ല പോവല്ലേ കിട്ടിയത്. 2 കൊല്ലം നീ അനുഭവിക്കണം, കാരണം നീ അമ്മാതിരിയാ ചെയ്ത് കൂട്ടിയത്. നീ എന്നെ ഭജിച്ചത് കൊണ്ട് ഞാൻ 10 കൊല്ലം ഒഴിവാക്കി തരാം, പക്ഷേ 2 കൊല്ലം നീ അനുഭവിച്ചേ പറ്റും. പ്രാരബ്ധം പൂർണ്ണമായിട്ട് ഒഴിവാക്കി തരില്ല, എന്തായാലും കുറച്ചൊക്കെ അനുഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരു കർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധി ന തരേ സ ആത്മഹ. നല്ലൊരു മനുഷ്യജന്മം കിട്ടി ഭഗവാനെ സേവിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ പറയുന്നു അവൻ ആത്മഹത്യ ചെയ്യുന്നവന് തുല്യമാണ്. അപ്പോൾ ഈ മരം വെട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് പറയേണ്ടത് കവി. അതെങ്ങനെയാ, കാലത്തോ മുച്ചയ്ക്കോ മന്ദിക്കും രാവിയിലും കാലൻ തൻ വെൺമഴു കയ്യേടാതെ ആയുർദ്രോ മൂലത്തിൽ ആഞ്ഞാഞ്ഞോ വെട്ടുന്നുണ്ടായതു ഹൃസ്പന്ദ വേദ്യമാർക്കും എന്ന് ഭാഗവതത്തിലെ ഈ ശ്ലോകം ഒരാൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എഴുതിയത് മറ്റാരുമില്ല, നമ്മുടെ സാക്ഷാൽ ജി എന്ന് പറയുന്ന ശങ്കരക്കുറുപ്പാണ്. എന്താ അതിൻ്റെ അർത്ഥം, നമ്മളുടെ മരത്തിൽ ആയുസ്സാകുന്ന മരത്തിൻ്റെ കടക്കിൽ വെട്ടുമ്പോൾ അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. നമ്മുടെ കൈ നല്ലപോലെ മറോട് ചേർത്ത് പിടിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ കേൾക്കില്ല, കാരണം നമ്മുടെ ഈ ശാലയിൽ ഈ ഹാളിൽ പല ശബ്ദവും കേൾക്കാൻ. നേരെ വിളിച്ച് രാത്രി ഒരു 3 മണിക്ക് എണീക്കുക, നാളെ രാവിലെ, ഉച്ചക്കല്ല കേട്ടോ, നാളെ രാവിലെ ഒരു 3 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മുടെ കൈ നമ്മുടെ മറോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടപ്പ് 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 കേട്ടിട്ടില്ലേ? കേൾക്കാത്തവരുണ്ടോ? നോക്കിയിട്ടുണ്ടോ ആ ശബ്ദം? അത് ശരിക്കൊന്ന് കേട്ട് നോക്കണം. വേറെ ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് നമുക്ക് മനോഹരമായിട്ട് ആ ശബ്ദം കേൾക്കാം. നമ്മുടെ ആയുസ്സാകുന്ന വൃക്ഷത്തിൻ്റെ കടക്കിൽ കാലൻ വെട്ടുന്ന ശബ്ദമാണ്. ആ വെട്ടിന് കൃത്യമായ എണ്ണം ഉണ്ട്. അതാണ് മരിച്ചോ എന്ന് ഡോക്ടർ എങ്ങനെയാണ് നോക്കുക? ഒരാൾ മരിക്കാറായ ഡോക്ടർ എവിടെയാണ് പിടിച്ചു നോക്കുക? കയ്യിൻ്റെ മുകളിൽ ഇവിടെ പിടിച്ചു നോക്കുമല്ലേ. ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഒരുവിധം എല്ലാ കാര്യം മനസ്സിലാവും. ഞാനൊരിക്കൽ ഒരു ആയുർവേദ ഡോക്ടറുടെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ സംസ്കൃതത്തിൽ കുറേ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ അതിൽ ഏതോ ഒരു ഗ്രന്ഥം എടുത്ത് ഞാൻ വെറുതെ ഇങ്ങനെ മറച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഈ കയ്യിൽ നമ്മൾ ഈ റിസ്റ്റ് എന്ന് പറയുന്ന ഭാഗം, ഇവിടെ ഉണ്ടാകുന്ന ചലനങ്ങളെപ്പറ്റി നിരവധി സംസ്കൃത ശ്ലോകങ്ങളിലാണ് അവിടെ എഴുതി വെച്ചാൽ. കുറേ നേരം ഇരുന്ന് വായിച്ചു. ഈ ചലനം നോക്കിയിട്ട് പറയാൻ പറ്റും ആ രോഗിക്ക് ഹൃദയത്തിലാണോ തകരാറ്, ചെറുകുടലിലാണോ തകരാറ്, വായയിലാണോ തകരാറ്, എന്താണ് രോഗമെന്ന് കേവലം ഒരു വൈദ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇങ്ങനെ തൊട്ടാൽ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പഴയ വൈദ്യന്മാരൊക്കെ ഈ രോഗിയുടെ ഇവിടെ പിടിച്ചു നോക്കുക. ഇവിടെ പിടിച്ചു നോക്കിയിട്ട് പറയും തൻ്റെ ചെറുകുടലിൽ ലേശം തകരാറുണ്ട്, എന്താ കഴിക്കാറ് എന്നൊക്കെ ചോദിക്കും. ഇല്ലേ, അല്ലേ, ഒരു പഴയൊരു ഭാഷയിൽ. അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ തൊട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് വളരെ കൃത്യമായിരിക്കും ഈ ചലനങ്ങൾ. ആ ചലനങ്ങൾ വളരെ കൃത്യമായി നടക്കണമെങ്കിൽ അത് നമ്മൾ ദിവസേന തൊട്ട് നോക്കണം. അവിടെ നമുക്ക് നമ്മളെ തൊട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ ആയുസ് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഭഗവാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഉള്ള ആയുസ് നമ്മൾ എന്തിനു ഉപയോഗിക്കണം? ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത്.
പിന്നീട് ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യം എത്ര തത്വങ്ങളുണ്ട് എന്ന് ചോദിക്കുകയാണ്. തത്വങ്ങൾ എത്ര ഉണ്ട് ചോദിച്ച സമയത്ത് അതെല്ലാവർക്കുമുള്ള സംശയമാണ്. 96 തത്വങ്ങളാണോ, അതല്ല 144 തത്വങ്ങളാണോ, അതല്ല 64 തത്വങ്ങളാണോ, 24 തത്വങ്ങളാണോ, 36 തത്വങ്ങളാണോ, 8 തത്വങ്ങളാണോ, ഇങ്ങനെ തത്വങ്ങളെ പറ്റി നിരവധി സംശയങ്ങളാണ്. എല്ലാ സംശയങ്ങൾക്കും ഭഗവാൻ വളരെ കൃത്യമായ മറുപടി പറയും. ഭഗവാൻ പറയുന്നു തത്വങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് പറഞ്ഞാലും അതെല്ലാം ശരിയാണ്. അതെന്താ കാരണം? ചില തത്വങ്ങളെ മറ്റു തത്വങ്ങൾ ഉള്ളിലിടുകയാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു അല്ലേ, പഞ്ചഭൂതങ്ങളെ നമുക്ക് വേണമെങ്കിൽ 5 വേറെ വേറെ തത്വങ്ങളായിട്ട് പറയാം. അപ്പോൾ തത്വങ്ങളുടെ എണ്ണം 5 ആയില്ലേ? വേണമെങ്കിൽ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ച് ഒരു തത്വമായിട്ട് പറയാം. അപ്പോൾ തത്വം 1 ആയില്ലേ? രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നെന്നും പറയാം, ഒന്നിനെ വേറെ വേറെയാക്കിയാൽ 5 തത്വങ്ങളായിട്ടും പറയാം. ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് പലപ്പോഴും എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്. വിദുഷാം കിം അശോഭനം. ഭഗവാൻ ചോദിക്കുകയാണ്, പണ്ഡിതന്മാർക്ക്, അറിവുള്ള ആൾക്കാർക്ക് ഒരാശയത്തെ എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് എത്ര തത്വങ്ങളാണെന്ന് പറഞ്ഞാലും ഉദ്ധവ ആ ഉത്തരങ്ങളെല്ലാം ശരിയാണ്. പിന്നെ ഉദ്ധവൻ ഈ ബദരിയാശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഭക്തന്മാരോട് പറയണം, ഈ ആത്മവിദ്യയുടെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നാട്ടുകാർ ഉപദ്രവിക്കും. എന്തൊക്കെ ചെയ്യും? ക്ഷിപ്ത, നമ്മളെ അപമാനിക്കും, നമ്മളെ തല്ലും, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമങ്ങളും നമ്മളെ ഉണ്ടാക്കും. ചില ആൾക്കാർ നമ്മുടെ നേരെ മൂത്രമൊഴിച്ചു എന്ന് വരും. ഭഗവാൻ പറയാണ്, ഇങ്ങനെ ശ്രേയോ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യന് പലതരത്തിലുള്ള പ്രയാസങ്ങളും നേരിടും. എന്ത് പ്രയാസമുണ്ടായാലും ആത്മാനമുദ്ധരേ, നമ്മൾ ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 22ാമത്തെ അധ്യായം പൂർത്തിയായത്. അപ്പോൾ ഉദ്ധവനൊരു ചോദ്യം ചോദിച്ചു, നമ്മുടെ മേലേക്ക് ഒരാൾ മൂത്രം ഒഴിച്ചാൽ അതൊന്ന് സഹിക്കാൻ പറ്റുമോ ഭഗവാൻ? അങ്ങനെ തന്നെയാണ് ഭഗവാൻ പറഞ്ഞു. നമ്മുടെ നേരെ ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചാൽ നമുക്കതൊക്കെ കൊണ്ട് സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ ഭഗവാനെ? ഇത് വളരെ പ്രയാസമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? ഉദ്ധവൻ. ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ കഥയാണ് 23ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്ന ഭിക്ഷുവിൻ്റെ കഥ. കഥയൊന്നും അതിൻ്റെ കേട്ടോളൂ. പണ്ട് ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന കഥയാണ്. നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന പലർക്കും ധനം എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്ന് അറിയില്ല അല്ലേ? അത് വളരെ വിശദമായിട്ട് പറയുന്നൊരു കഥയാണ് ഭാഗവതത്തിലെ 23ാമത്തെ അധ്യായം. അപ്പോൾ പണ്ട് അവന്തി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹം വാർത്താവൃത്തി കദര്യസ്തു കാമീ ലുബ്ധ അതികോമനഃ. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു, പിന്നെ വാർത്താവൃത്തിയായിരുന്നു, കദര്യനായിരുന്നു, കാമിയായിരുന്നു, ലുബ്ധനായിരുന്നു, വലിയ എന്താ പറയുക, അല്ലാതെ ദേഷ്യം പിടിക്കുന്ന ആളായിരുന്നു, പിശുക്കനായിരുന്നു. പിന്നെ ജ്ഞാതയ അതിഥയ തസ്യ വാങ്മാത്രേണാഭിനാക്ഷിത. ഭഗവാൻ പറയണം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥികൾ വരുമെന്ന്. അതിഥികൾ വന്ന് അദ്ദേഹം എന്ത് ചെയ്യില്ല? മിണ്ടില്ല. അതെന്താ? മിണ്ടിയാ ചായ കൊടുക്കേണ്ടില്ലേ? മിണ്ടിയ വല്ല കാപ്പിയോ ചായയോ കൊടുക്കുക. കാപ്പിപ്പൊടിക്കൊക്കെ നല്ല വിലയല്ലേ? ചായപ്പൊടിക്ക് എന്താ വില? പാലൊക്കെ പൈസ കൊടുത്ത് വാങ്ങണ്ടേ? അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യില്ല? വാങ്മാത്രേണാഭി നർച്ചിത. വീട്ടിൽ ആര് വന്നാലും ഒന്നും മിണ്ടില്ല. അത് പിശുക്കനായതുകൊണ്ടാണ്. ഭാര്യയ്ക്ക് അദ്ദേഹം ഒന്നും കൊടുക്കില്ല. പൈസയൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇയാൾ അക്കാലത്തൊക്കെ ഈ നാണയങ്ങളാണ്, ഇന്നത്തെ മാതിരി നോട്ടുകളല്ല. ഈ നാണയങ്ങളൊക്കെ ഇങ്ങനെ അദ്ദേഹം വലിയ പാത്രത്തിലാക്കി വീട്ടിൻ്റെ ഉള്ളിൽ വലിയൊരു നിലവറയുണ്ട്. ആ നിലവറയുള്ളിൽ ഇയാൾ എന്ത് ചെയ്യും? ഈ നാണയങ്ങളൊക്കെ വലിയ വലിയ പാത്രത്തിലാക്കി സൂക്ഷിച്ചു വയ്ക്കും. രാത്രി അയാൾ അന്ന് കിട്ടിയ നാണയം കൂടെ അതിൽ കൊണ്ടുവച്ചിട്ടൊക്കെ നോക്കും. ഈ ബാങ്കിൽ കണ്ടിട്ടില്ലേ? നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്താൽ ശരിക്കും മനസ്സിലാവും. അവിടുത്തെ ക്യാഷ്യർ വൈകുന്നേരം അവർ പണിയെടുക്കും. എന്താ അത്? തൻ്റെ അടുത്ത് വന്ന പണമൊക്കെ ഒന്ന് ഒരു സ്ക്രോൾ ബുക്കിൽ എഴുതി വയ്ക്കും. പിന്നെ അത് എണ്ണി നോക്കും. ഈ കിട്ടിയ പണവും ഈ സ്ക്രോൾ ബുക്കിൽ കൂട്ടിയ പണവും എന്തായിരിക്കണം? കൃത്യമായിരിക്കണം. അതിലൊരു 5000 റുപ്യ അധികം വന്നാലോ ആ ക്യാഷ് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് ആ പൈസയോടെ വെച്ചിട്ടേ അയാൾക്ക് പോരാൻ പറ്റുള്ളൂ. വൈകുന്നേരം ടാലി ആവുക എന്നാണ് പറയും. അപ്പോൾ വൈകുന്നേരം ഇത് ടാലി ആയിട്ട് ഈ ക്യാഷർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൗണ്ടറിൽ നിന്ന് ഇറങ്ങാം. എല്ലാ കൗണ്ടറും അങ്ങനെയാണ്. ഇദ്ദേഹം ദിവസേന നോക്കത്തുണ്ട് ടാലിയായോ. ഞാൻ ഈ പുസ്തകത്തിൽ എഴുതി വെച്ച തുകയും ഇവിടെ ഈ പാത്രത്തിലുള്ള നാണയങ്ങളൊക്കെ എണ്ണി നോക്കുമ്പോൾ അത് കൃത്യമാണെന്ന് കണ്ട അയാൾ താക്കോൽ കൂട്ട് കൊടുത്ത് ഇയാൾ താക്കോൽ തലേനെ അടിയിൽ വെച്ചിട്ട് ഉറങ്ങൊന്നുമില്ല. ഈ പട്ടി ഉറങ്ങണത് കണ്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു ചെറിയൊരു ശബ്ദം കേട്ടാൽ അത് ഉണരും. ഇതുപോലെ വീട്ടിൽ ആരെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കിയ അയാൾ അറിയും. താക്കോലെടുക്കാൻ വരുവാണോ? ഒരു ദിവസം ഭാര്യയാണ് താക്കോലെടുക്കാൻ വന്നു. ആരാ? എന്താ അവിടെ? രാത്രി ഞങ്ങൾ ഭാര്യയ്ക്കൊന്നും കൊടുക്കില്ല. ഭാര്യയ്ക്ക് എന്തെങ്കിലും പണ്ട് ഈ മുണ്ടൊക്കെയാ വേണ്ട, ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല.
അപ്പോൾ ഭാര്യ വിചാരിച്ച് രാത്രിയാണ് തലയണയുടെ അടിയിൽ നിന്ന് താക്കോലെടുത്തിട്ട് എന്തെങ്കിലും പൈസ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ ഇയാൾ അറിഞ്ഞു, ബഹളായി. അന്നല്ല 2 ആഴ്ച അത്രയും ഭാര്യയെ ചീത്ത പറഞ്ഞു. എന്തിന്? രാത്രി തലയണയുടെ അടിയിൽ വന്നിട്ട് താക്കോല് തപ്പിയത്. ഇങ്ങനെ കൃഷ്ണൻ പറയുന്ന കഥയാണ്. ഭാര്യയ്ക്കും കൊടുക്കില്ല, മക്കൾക്കും കൊടുക്കില്ല. ഇങ്ങനെ ധനം സൂക്ഷിച്ചു വയ്ക്കുന്ന ആൾക്ക് സംസ്കൃതത്തിലൊരു പേരുണ്ട്, യക്ഷവിത്തൻ എന്നാ പറയാം. ഭഗവാൻ പറയുന്നു യക്ഷവിത്ത പതത്യത. ഇത്തരത്തിലുള്ള യക്ഷവിത്തന്മാർക്ക് അധപ്പതനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഭഗവാൻ പറയും. കാലം കുറേ കഴിഞ്ഞു ഉദ്ധവ അദ്ദേഹത്തിൻ്റെ ധനം മുഴുവൻ നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? രാജാവിൻ്റെ ആൾക്കാർക്ക് മനസ്സിൽ ഇയാളതിൽ കുറേ പണമുണ്ട്. പഴയ കാലത്തുണ്ട്, നമ്മളിപ്പോൾ ഇൻകം ടാക്സ് എന്നൊക്കെ പറയും, അന്നും വേണ്ടല്ലോ നികുതി കൊടുക്കും. അപ്പോൾ രാജാവിൻ്റെ ഭടന്മാർ വന്ന് നോക്കിയപ്പോൾ ഇയാൾ ഒരുപാട് നികുതി കൊടുക്കാനുണ്ട്. അങ്ങനെ രാജഭടന്മാർ കുറേ കൊണ്ടുപോയി, ഇങ്ങനെ കള്ളന്മാർ കുറേ കൊണ്ടുപോയി. എവിടെ നാട്ടിലൊക്കെ പാട്ടായി, പലരും വീട്ടിൽ വന്നിട്ട് ഇയാൾ അവിടെയും ഇവിടെയൊക്കെ എടുത്ത് വെച്ച പണം മുഴുവൻ കൊണ്ടുപോയി. പിന്നെ മക്കളൊക്കെ കുറച്ച് വലുതായി അവർക്ക് മനസ്സിലാവില്ലേ, മക്കൾ അവരുടെ വഴിയൊക്കെ ഉപയോഗിച്ചിട്ട് മക്കളും ഭാര്യ എല്ലാവരും കൊണ്ടുപോയി. എന്തിനു പറയുന്ന അവസാനം ഇയാളെ കയ്യിൽ പണമൊന്നും ഇല്ലാതെയായി. ഈ പിശുക്കന് പണത്തിനോടുള്ള ആർത്തി എന്ന് പറയും. പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ഉദ്ധവ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയത്. ഇപ്പം അദ്ദേഹം പറയാണ്, നൂനം മേ ഭഗവാൻ തുഷ്ട സർവദേവമയോ ഹരി. ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിച്ചു. ഞാൻ ഭഗവാനെ സേവിക്കുന്നതിന് പകരം ഇത്രയും കാലം ധനത്തിൻ്റെ പിന്നാലെ നടന്നെന്ന് ഞാൻ ഉപയോഗിച്ചു. ഇയാളെല്ലാ ദിവസവും തോർത്തുകൊണ്ട് എടുത്തിട്ടാണ് നടക്കുക. എപ്പോൾ നോക്കിയാലും കണ്ടത് തോർത്തുകൊണ്ടുണ്ട്. കുളിച്ചാൻ്റെ പേര് കൊണ്ടുങ്ങൾ നിൽക്കും. അതെന്തിനാ മനസ്സിലായി? നമുക്ക് മനസ്സിലാവില്ല. ഈ തോർത്തുകൊണ്ട് ഉണങ്ങണ്ടേ? അപ്പോൾ ഇയാളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ കുളിക്കാൻ പോവും. ആൾക്കാർ കാണാറുണ്ട്, അതിങ്ങനെ ഉണങ്ങേണ്ടവരോടിരിക്കും. അത് കഴിഞ്ഞ് അറിയാതെ തോർത്തുകൊണ്ട് ഞാൻ പിന്നെ കൊടുക്കുക, അത് തന്നെയാണ് വൈകുന്നേരം കൊടുക്കുക. കാരണം തോർത്തുകൊണ്ടിനൊക്കെ നല്ല വിലയാണ്. അവർ തോർത്തുകൊണ്ട് മാത്രം മേടിക്കും. അങ്ങനെ പിശുക്കനാണ്. അങ്ങനെ ഇയാളിപ്പോൾ ആലോചിക്കുക, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇങ്ങനെ പിശുക്കി സമ്പാദിച്ചിട്ട് എന്താണ് എനിക്ക് പ്രയോജനമുണ്ടായത്? ഞാൻ ധനം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഭഗവാനെ പറ്റി ചിന്തിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചിന്ത മാറി വരികയാണ്. ചിന്ത മാറി വന്ന് ഉദ്ധവ അദ്ദേഹം എന്ത് ചെയ്തു? കാലാവശേഷാണ് ശോഷയിഷ്യേ അംഗമന്മനഃ. ഇനി ബാക്കിയുള്ള ആയുഷ്കാലം ഞാൻ ഭഗവാനെ തന്നെ സേവിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? നല്ലൊരു സന്യാസിയായിട്ട് മാറി. കാവ്യ കൊണ്ടൊക്കെ എടുത്തു, കഴുത്തിൽ രുദ്രാക്ഷമാലയൊക്കെ ഇട്ടു, കമണ്ടല് കയ്യിലെടുത്തു. അദ്ദേഹം സന്യാസിയായ സമയത്ത് നാട്ടുകാർ വെറുതെ വിടില്ലല്ലോ അല്ലേ. നാട്ടുകാർ പറഞ്ഞു, ഇവൻ നമ്മുടെ പഴയ പിശുക്കനാ, നമ്മളൊന്ന് വീട്ടിൽ പോയപ്പോൾ ജലപാനം പോലും തരാത്ത അടിക്കടാ വരുന്നു. ഇവൻ വേഷം മാറി നടക്കുക. ആരൊക്കെയോ ഇയാളെ പിടിച്ചിട്ട് അടിച്ചു. പിന്നെ ആരൊക്കെയോ ഇയാളെ മേലേക്ക് ശരിക്കും ഭഗവാൻ പറഞ്ഞതുപോലെ മൂത്രയന്തിജ പാപിഷ്ഠാഹ. ഒരുപാട് പാപികൾ അദ്ദേഹത്തെ മരത്തിൻ്റെ മുകളിൽ കെട്ടി ഇയാളുടെ മേലേക്ക് മൂത്രമൊഴിച്ചു. ഇയാളെ ഒരു ദിവസം എവിടുന്നോ അദ്ദേഹത്തിനൊരു ഭക്ഷണം കിട്ടി. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ പറയുന്നു, ആ ഭക്ഷണത്തിലേക്ക് എന്തൊക്കെയോ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. കാർക്കിച്ചു തുപ്പുക എന്നൊക്കെ പറയാം. ഇതിന് ഷ്ടീവനം ചെയ്യുക എന്നാണ് പറയുക സംസ്കൃതത്തിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേരെ ആരൊക്കെയോ കാർക്കിച്ചു തുപ്പി. പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് ഇദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ചത്. ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചപ്പോഴും അദ്ദേഹം ഒരു പാട്ട് പാടുകയായിരുന്നു. ആ പാട്ടാണ് ഭാഗവതത്തിലെ വളരെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഏകാദശ സ്കന്ധത്തിലെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഭിക്ഷുഗീത എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ആ ഭിക്ഷുഗീത കുറേ ശ്ലോകങ്ങളുണ്ട്. എല്ലാ ശ്ലോകങ്ങളും നമുക്ക് ചിന്തിക്കാൻ സമയമില്ല എങ്കിലും അതിൽ ചില ശ്ലോകങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ ഭിക്ഷുഗീതയിൽ ഈ ഭിക്ഷു പറയുന്നത് കേട്ടോളൂ. നായം ജനോമേ സുഖ ദുഃഖഹേതു ന ദേവതൽമാ ഗ്രഹകർമ്മകാല മനപ്പരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത്യൽ. എൻ്റെ ജീവിതത്തിലെ സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കൊന്നും കാരണം ആരല്ല? ന അയം ജനഃ. എന്നെ തല്ലുന്നവരോ എൻ്റെ നേരെ മൂത്രമൊഴിക്കുന്നവരോ എന്നെ ഉപദ്രവിക്കുന്നവരോ ഇവരൊന്നുമല്ല എൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം. നമ്മളും മനസ്സിലാക്കേണ്ടതല്ലേ. എന്താണ് ദുഃഖത്തിന് കാരണമെന്ന് ചോദിച്ചാൽ സാധാരണക്കാർ പലരെയും പഴിക്കാറുണ്ട്. അപ്പോൾ ചിലർ പറയും സമൂഹമാണ് എൻ്റെ ദുഃഖത്തിന് കാരണം, ചിലർ പറയും എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ഇതൊന്നും ശരിയല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ ചിലർ പറയും ദേവതമാരാണ് എന്ന് പറയും, ദേവതമാർ പ്രസാദിക്കാത്തതുകൊണ്ടാണെന്ന് പറയും. വേറെ ചില ആൾക്കാർ പറയും ഗ്രഹങ്ങളാണ് എന്ന് പറയും, അല്ലേ, വ്യാഴം പിഴച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ശനിദശയാണ്, അതല്ലെങ്കിൽ ഇന്ന ഗ്രഹം ഇന്ന സ്ഥലത്ത് പോയി എന്നതുകൊണ്ടാണെന്നൊക്കെ ചില ആൾക്കാർ പറയും. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ഗ്രഹങ്ങളൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിന് കാരണമെന്ന് ആ ഭിക്ഷുവിന് സ്വന്തം അനുഭവം കൊണ്ട് മനസ്സിലായി.
ചിലർ പറയും കർമ്മമാണ്, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് ദുഃഖത്തിനും സുഖത്തിനും കാരണം. വേറെ ചില ആൾക്കാർ പറയും കാലമാണ്, നല്ല കാലം വരട്ടെ, അതുവരെ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്തെ പിടിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഭിക്ഷു പറഞ്ഞു ഇവരാരുമല്ല എൻ്റെ ദുഃഖത്തിന് കാരണം. നമ്മളത് മനസ്സിലാക്കേണ്ടതാണല്ലേ. ഏകാഗ്രത്തിന് വേണ്ട എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും മനസ്സിലാവണ്ടേ. ഒരുപക്ഷെ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാൽ ഇതെങ്കിലും മനസ്സിലാവണ്ടേ. ഇപ്പം എന്താ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കോ സുഖങ്ങൾക്കോ ഇതൊന്നുമല്ല കാരണം. പിന്നെ എന്താ കാരണം? നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും സുഖങ്ങൾക്കും കാരണം. അതുകൊണ്ടാണ് മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വെക്കണം എന്ന് പറയും. ഉപനിഷത്തിൽ കാണാം ശാന്തി മന്ത്രങ്ങളുണ്ട്. എല്ലാ ഉപനിഷത്തിലുണ്ട് ശാന്തി മന്ത്രങ്ങൾ. ആ ശാന്തി മന്ത്രത്തിൻ്റെ അവസാനത്തിൽ എന്താ പറയുക? ഓം ശാന്തി 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 എന്ന് പറയും. അതെന്തിനാ പറയണത്? 3 തരത്തിൽ മനസ്സിന് ശാന്തി ഉണ്ടായാൽ നമ്മുടെ ജീവിതം ഗംഭീരമായി എന്നാണ്. മനസ്സിനെ ജയിക്കാത്ത ഒരാൾ ലോകം മുഴുവൻ ജയിക്കാൻ നോക്കിയിട്ടും പ്രയോജനമില്ല എന്ന് ഭഗവാൻ പറയും. അതുകൊണ്ട് ജയിക്കേണ്ടത് മനുഷ്യൻ്റെ മനസ്സിനെയാണ്. ആ മനസ്സ് സമാഹിതം യസ്യ മനഃപ്രശാന്തം ദാനാധിപിക്കും വരതസ്യ കൃത്യം അസംയതം യസ്യ മനോ വിനശ്യത് ദാനാധിപിശ്ചേദമരം കിമേഭി. യസ്യ മനഃ പ്രശാന്തം സമാഹിതം, ആരുടെ മനസ്സാണോ സമാഹിതമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വതവേ നമ്മൾ ചില സമയത്തൊക്കെ മന്ത്രം ജപിക്കാറുണ്ടല്ലേ, സങ്കല്പം ചൊല്ലും. സമാഹിത മനസ്സസ്മാ ശാന്തിരസ്തോ പുഷ്ടിരസ്തോ സ്വസ്തിരസ്തോ എന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സ് ശാന്തമല്ലെങ്കിലോ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാനുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഭഗവാനെ നമസ്കരിക്കുക. നമ എന്നുള്ളതുകൊണ്ട് തിരിച്ചിട്ടാൽ എന്തായി? മന ആയാലോ അല്ലേ. അപ്പോൾ മനസ്സ് ശാന്തമാവാൻ വേണ്ടിയാണ് പഴയ ആൾക്കാർ നമ്മളോട് നമസ്കരിക്കാൻ പറയും. പഴയ ക്ഷേത്രങ്ങളിലൊക്കെ കല്ല് കാണും. അമ്പലത്തിൻ്റെ മുറ്റത്ത് വലിയ കരിങ്കല്ലുണ്ട്. ആ കരിങ്കല്ലിൻ്റെ മുകളിലാണ് നമ്മുടെ മുത്തശ്ശന്മാരും ഒക്കെ പണ്ട് അമ്പലത്തിൽ പോയാൽ അവർ ഒരുപാട് നമസ്കരിക്കും. നമസ്കരിച്ച് കുറേ കഴിഞ്ഞാൽ ഈ നെറ്റിങ്ങനെ നിലത്ത് മുട്ടിയിട്ട് ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മുഴയുണ്ടാവും അല്ലേ. പഴയ ആൾക്കാരെ കണ്ടവർക്ക് നമസ്കാരം മുഴ എന്നാണ്. ഇപ്പം ആരുടെ നെറ്റിയിലും കാണാറില്ല, നമസ്കരിച്ചിട്ട് വേണ്ടേ. അപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒരു മുഴ ഉണ്ടാവും. നമസ്കരിച്ചിട്ടാണ് ഈ മുഴയുണ്ടാവും, നമസ്കാരം മുഴ എന്ന് പറയും. അപ്പം അങ്ങനെ ആ നമസ്കാരം കൊണ്ട് ഭഗവാൻ പ്രസാദിക്കുമ്പോൾ നമ്മുടെ മനസ്സെന്താകുന്നു? ശാന്തമാകുന്നു. അതുകൊണ്ടാണ് ഒരു തിരുമേനിയുടെ കഥ കേട്ടല്ലേ. ഈ തിരുമേനിയുടെ വലിയ എട്ടുകെട്ട് ഈ കാര്യസ്ഥം വന്ന് പറയാം, തിരുമേനി ഇല്ലങ്ങനെ കത്തറുണ്ട്, ഒരു ഭാഗത്ത് കത്തി കഴിഞ്ഞോ. അത് തിരുമേനി പറഞ്ഞ്, രാമ ആ ചെല്ലം കൊണ്ടെടുക്കുക, വെറ്റില എവിടെയാ, അടയ്ക്ക എവിടെയാ, എന്തിനാ അത് ഒന്ന് മുക്കട്ടെ. അത് പറയാൻ കഴിയണ്ടേ, അവനവൻ്റെ സ്വന്തം എല്ലാം ഇട്ടുകെട്ടുള്ള കത്തുന്ന സമയത്താണ് ഞാനൊന്ന് മുറുക്കട്ടെ. അത് പറയണമെങ്കിൽ മനസ്സിന് അത്രയും എന്ത് വേണം? ശാന്തി ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. പരിഭ്രമിക്കണില്ല അർത്ഥം. അപ്പോൾ അങ്ങനെ പഴയ കഥകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സ്, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വരുമ്പോഴും, എന്തൊക്കെ ദുഃഖങ്ങൾ വരുമ്പോഴും ആ മനസ്സ് ശാന്തമാക്കി വയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദുഃഖങ്ങൾ വരാതിരിക്കില്ല. അപ്പോൾ ദുഃഖം വരുമ്പോഴൊക്കെ മനസ്സിനെ എന്ത് ചെയ്യണം? ശാന്തമാക്കാനാണ് ഈ മന്ത്രങ്ങൾ ജപിക്കാൻ പറയണം. അല്ല, ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ. അതൊക്കെ നമ്മളൊരു ഉപാസന പോലെ കൊണ്ട് നടക്കുക ചെയ്യും. ആ ഉപാസനാ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ ഈ ഉപാസിക്കുന്ന ദേവൻ ആരാണോ ആ ദേവൻ ഭഗവാൻ പറയുന്നു ഞാൻ തന്നെയാണ്. നിങ്ങൾ ഗണപതിയെ ഉപാസിച്ചാലും സുബ്രഹ്മണ്യനെ ഉപാസിച്ചാലും ഭദ്രകാളിയെ ഉപാസിച്ചാലും ആരെ ഉപാസിച്ചാലും ഭഗവാൻ പറയുന്നു വാസ്തവത്തിൽ ഉപാസിക്കുന്നത് ആരെയാണ്? ശ്രീകൃഷ്ണനെയാണ്. അപ്പോൾ പുഴ കണ്ടില്ലേ, ഏതെല്ലാം പുഴകൾ എതിരെല്ലാം ഒഴുകിയാലും അവസാനം ഈ പുഴകളൊക്കെ എവിടെയാണ് എത്തുക? സമുദ്രത്തിലാണ് എത്തുക. ഇതുപോലെ നമ്മൾ ഏതൊരു ദേവനെ നമസ്കരിച്ചാലും കേശവം പ്രതിഗച്ഛതി. ആ നമസ്കാരം അവസാനം എത്തിച്ചേരുന്നത് കേശവനായിരിക്കുന്ന, ത്രിമൂർത്തികളുടെ പോലും നാഥനായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദത്തിലാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുക? നരനെ നമസ്കരിക്കുക, നാരായണനെ നമസ്കരിക്കുക, ഗണപതിയെ നമസ്കരിക്കുക, സുബ്രഹ്മണ്യനെ നമസ്കരിക്കുക, ഭദ്രകാളിയെ നമസ്കരിക്കുക. ഈ പഴയ നമ്മുടെ ആൾക്കാർക്കൊക്കെ കാണാം രാവിലെ കുറേ നമസ്കാരമുണ്ട്. നമ്മളതൊക്കെ മറന്നുപോയില്ലേ. ഇപ്പം നമ്മൾ ഈ പുതിയ ലോകത്തിലെത്തിയപ്പോൾ നമ്മൾ ഈ നമസ്കരിക്കാൻ മറന്നുപോയി. പല പല കാര്യങ്ങളും നമ്മളൊന്ന് കൈവിട്ടു പോയി. ആ കൈവിട്ടു പോയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മെല്ലെ മെല്ലെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും ഈ മനസ്സിനെ വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് 23-ാമത്തെ അധ്യായം കൊണ്ട് ഭഗവാൻ
ഈ ലോകത്തെ പഠിപ്പിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 24-ാമത്തെ അധ്യായത്തിൽ സാഖ്യയോഗത്തെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ ഉപാസിക്കാനുള്ള എളുപ്പമായ മറ്റൊരു മാർഗമാണ് സാഖ്യയോഗം. ആ സാഖ്യയോഗത്തിൽ ഈ എങ്ങനെയാണ് പ്രകൃതി ഉണ്ടായതെന്ന് പറയാം. പണ്ട് ഈ കാണുന്ന പ്രപഞ്ചമില്ലായിരുന്നു. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഭഗവാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഭഗവാന് തോന്നിയത്ര എന്ത് ഈ പ്രപഞ്ചം ഉണ്ടാക്കണം തോന്നിയപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാന് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. ഭഗവാൻ ആ പ്രകൃതി എന്ന് പറയുന്ന ശക്തിയെ ഭഗവാനൊന്ന് നോക്കുകയാണ്. ഭഗവാൻ നോക്കിയപ്പോൾ അതിൽ നിന്ന് ആദ്യമായിട്ടൊരു തത്വമുണ്ടായി. അതിനെ മഹാൻ എന്ന് പറയും. ആ മഹാൻ എന്ന തത്വത്തിൽ പിന്നീട് അഹം എന്നൊരു തത്വമുണ്ടായി. ആ അഹം മൂന്നായിട്ട് പിരിഞ്ഞു. അങ്ങനെയാണ് സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം എന്ന് 3 അഹങ്കാരമാണ്. ഈ 3 അഹങ്കാരങ്ങളിൽ നിന്നാണ് പിന്നീട് പ്രകൃതിയിലുള്ള 24 തത്വങ്ങൾ, ദേവതമാർ എല്ലാവരും ഉണ്ടാവുന്നത്. ഈ തത്വങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അവർക്ക് പ്രപഞ്ചം ഉണ്ടാക്കാൻ പറ്റണേ. ആ സമയത്ത് ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? ഈ 24 തത്വങ്ങളിൽ ഓരോരോ തത്വത്തിൻ്റെയും ഉള്ളിൽ ഭഗവാൻ പ്രവേശിച്ചപ്പോഴാണ് ആ തത്വങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇന്നും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ? ഭൂമി ഇന്നലെ തിരിഞ്ഞില്ലേ? ശ്രദ്ധിച്ചിരുന്നോ? ആരാ ശ്രദ്ധിച്ചതല്ലേ? രാവിലെ നൈറ്റോ കുറേ എന്തൊക്കെയോ ചെയ്തു, രാത്രി കിടന്നുറങ്ങിയതല്ലാതെ ഭൂമി തിരിയുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണില്ല. ഇന്നലെ ഭൂമി തിരിഞ്ഞിരുന്നോ? നിങ്ങളോടാ ചോദിക്കണത്, ഇന്നലെ ഭൂമി തിരിഞ്ഞിരുന്നോ? ഇപ്പോഴാണ് ആലോചിക്കണില്ല ഇന്നലെ ഭൂമി തിരിഞ്ഞിരുന്നോ. അപ്പോൾ പഴയ ആൾക്കാർ നോക്കത്ര ഇതൊക്കെ, ഭൂമി തിരിയുണ്ടോ, എമ്പിളിയോമൻ, അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഒന്നിനും നേരമില്ല. ആരാപ്പോൾ നോക്കണമല്ലോ ഭൂമി തിരിയുണ്ടോ? ഭൂമി തിരിയുണ്ട്. ഇന്നലെയും ഭൂമി തിരിഞ്ഞു, ഇന്നും ഭൂമി തിരിഞ്ഞു അല്ലേ? അതുകൊണ്ടുള്ള ആളും രാവും പകലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ആരാ തിരിക്കുന്ന ആളാരാ? ഒരു സൈക്കിൾ എങ്ങനെയാണ് ഓടുക നമുക്കറിയാം. 2 വീലർ എങ്ങനെയാണ് പോകണമെന്ന് നമുക്കറിയാം. കാർ എങ്ങനെയാണ് ഓടണമെന്ന് പറയും. ഭൂമി എങ്ങനെയാണ് തിരിയുന്നത്? ആരോ ഒരാളുണ്ട്. അതിൽ എന്താ ഒഴിച്ചു കൊടുക്കുക? സൈക്കിളാണെങ്കിൽ കാറ്റടിച്ചു കൊടുക്കും. 2 വീലറോ കാറൊക്കെ ആണെങ്കിൽ എന്താ പെട്രോളോ ഡീസലൊക്കെ അടിച്ചു കൊടുക്കും. ഭൂമിക്ക് എന്താ കൊടുക്കണത്? ആരാ ഈ ഭൂമിക്ക് പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ആള്? ആരോ ഒരാളുണ്ടാവണ്ടേ അല്ലേ? എന്ത് പെട്രോളാണ്? പെട്രോളാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ? ഇതെത്താ കൃത്യമായിട്ടാണ് തിരിയണതല്ലേ? നല്ല ഭാരമുണ്ട്. മനുഷ്യന്മാരെ എണ്ണം തന്നെ നോക്കിയാൽ ഏകദേശം 800 കോടിയിലധികം മനുഷ്യന്മാരാണ്. ഒരു മനുഷ്യന് ഒരു 50 കിലോ ശരാശരി കൂട്ടുക. ശരാശരി 50 കിലോ കൂട്ടിക്കോളും. അപ്പം 800 കോടിയെ 50 കൊണ്ട് ഗുണിച്ചാൽ എത്രയായില്ലേ? അത്രയും കിലോ ഭാരം ഉണ്ടാവില്ലേ? ഏകദേശം മനുഷ്യരുടെ ഭാരം മാത്രമാണ്. പിന്നെ വെള്ളത്തിൻ്റെ ഭാരമുണ്ട്, മണ്ണിൻ്റെ ഭാരമുണ്ട്, വൃക്ഷങ്ങളുടെ ഭാരമുണ്ട്, എന്തെല്ലാം വസ്തുക്കളുണ്ടല്ലേ. ഇത്രയേറെ ഭാരമുള്ള ഈ ഭൂമി ഒരു പെട്രോളും അടിക്കാതെ അനായാസമായി കൃത്യമായി ആ സൂര്യൻ്റെ ചുറ്റും അതിങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരോ ഇല്ലേ? ആരാ? സൂര്യൻ കൃത്യമായിട്ട് കറങ്ങുന്നു അല്ലേ? കോടാനുകൂടി നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതെ കൃത്യമായിട്ട് കറങ്ങുന്നു. അങ്ങനെ ചേർന്നൊരു ബ്രഹ്മാണ്ടം ഉണ്ടാകുന്നു. ആ ബ്രഹ്മാണ്ടവും എന്ത് ചെയ്യുന്നുണ്ട്? ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഗ്രഹങ്ങളെയും ഗോളങ്ങളെയും എടുത്തിട്ടാണ് ഒരു ബ്രഹ്മാണ്ടം എന്ത് ചെയ്യുക? അങ്ങനെ കറങ്ങുക. മനസ്സിലായില്ല അല്ലേ? ഇപ്പം എങ്ങനെയാണ് മനസ്സിലാവുക? പന്ത് പോലെയുള്ള ഒരു പാത്രം എടുക്കുക, അത് നിറച്ച് മുത്തുമണികളിടുക. എന്നിട്ട് ആ പന്ത് നമ്മളിങ്ങനെ വട്ടം കറക്കിയാൽ എന്താണ്ട് അതിൻ്റെ ഉള്ളിലെ ആ മണികളൊക്കെ അതുപോലെ വട്ടം കറങ്ങില്ലേ അല്ലേ? അപ്പോൾ ഒരു ബ്രഹ്മാണ്ടത്തിനുള്ളിൽ പല പല ജ്യോതിർഗോളങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായി ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഒഴുകി നടക്കണമെങ്കിൽ അവിടെ അധികം കൂട്ടിമുട്ടലൊന്നുമില്ല എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ഇന്നലെയും കണ്ടു 2 വാഹനങ്ങൾ കൂട്ടിമുട്ടിയത് നമ്മുടെ റോഡിൻ്റെ മുകളിൽ. അപ്പോൾ മനുഷ്യരെ നിയന്ത്രിക്കുന്ന ഈ റോഡിൻ്റെ മുകളിലുള്ള വാഹനങ്ങൾ നിരന്തരം കൂട്ടിമുട്ടുകയാണ്. പക്ഷേ ഭഗവാൻ നിയന്ത്രിക്കുന്ന ആകാശത്തിലെ ഗോളങ്ങൾ അങ്ങനെ കൂട്ടിമുട്ടാറൊന്നുമില്ല. അത് കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ തന്നെ എന്തോ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇത് മുഴുവനും നിയന്ത്രിക്കാൻ ഭഗവാൻ പറയുന്നു, ഭഗവാന് ഒരു പ്രയാസവുമില്ല. അപ്പം ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്ന, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ചെയ്യുന്ന ഭഗവാന്റെ മുന്നിലാണ് ആരിയ്ക്കുന്നത്? ഇപ്പോഴും ഉദ്ധവൻ ഇരിക്കുന്നത്. പിന്നീട് അടുത്ത 25-ാമത്തെ അധ്യായത്തിൽ ഗുണങ്ങളെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. ഈ ഗുണങ്ങളെ പറ്റി അറിയണമെന്ന് നല്ല രസമാണ്. ഗുണങ്ങൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു അല്ലേ? 3 ഗുണങ്ങളുണ്ട്. എന്തിനാ ഈ ഗുണങ്ങളെ പറ്റി പഠിക്കണം എന്ന് പറഞ്ഞത്? ഗുണങ്ങളെ പറ്റി നല്ലതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അതാണ്. ഇപ്പോൾ തമോ ഗുണം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. തമോ ഗുണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം.
അതുപോലെ രജോ ഗുണം വർദ്ധിപ്പിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞിരിക്കണം. തമോ ഗുണം വർദ്ധിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഉറക്കം തൂങ്ങുക. കണ്ടിട്ട് നിങ്ങൾ ഉറക്കം തൂങ്ങി എന്താ കാരണം? അത് തമോ ഗുണം വർദ്ധിച്ചിട്ടാണ്. ചില സമയത്ത് രജോ ഗുണം വർദ്ധിക്കും. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഈ ഓടി നടക്കണത് കണ്ടില്ലേ? ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? എവിടെ നോക്കിയാലും നമ്മൾ കാതെ തന്നെ ഓടി നടന്ന് കർമ്മങ്ങൾ ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും എന്ത്, അയാളെ വേറെ കുഴപ്പമൊന്നുമില്ല, അയാളുടെ രജോ ഗുണം കുറച്ച് കൂടിപ്പോയതാണ്, അതുകൊണ്ടാണ് ഓടി നടക്കുന്നത്. അപ്പോൾ രജോ ഗുണം അത്ര നന്നല്ല. അപ്പോൾ പിന്നെ സത്വഗുണം വർദ്ധിപ്പിക്കാൻ എന്ത് വേണം? സത്വഗുണം വർദ്ധിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ ഉപയോഗിച്ചാൽ സത്വഗുണം വർദ്ധിക്കും. പശുവിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. വെണ്ണ, പാല്, തൈര് ഇങ്ങനെയൊക്കെ നല്ലതാണ്, നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇലകളൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചില ആഹാരങ്ങളൊക്കെ ഉപയോഗിക്കാം. കഴിയുന്നത്ര ലളിതമായി ജീവിക്കുമ്പോൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ലളിതമായ ആഹാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സത്വഗുണം വർദ്ധിക്കും. അപ്പം എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെയും നോക്കണം. കണ്ണുകൊണ്ട് കാണുന്നത് നല്ലതായിരിക്കണം, ചെവി കൊണ്ട് കേൾക്കുന്നത് നല്ലതായിരിക്കണം, മൂക്കുകൊണ്ട് വാസനിക്കുന്നത് നന്നായിരിക്കണം. ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും അകത്താക്കുന്നത് സാത്വികമായിരിക്കുന്ന പദാർത്ഥങ്ങളാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? സത്വഗുണം വർദ്ധിക്കും. സത്വഗുണം വർദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ നല്ല സുഖം ഉണ്ടാവും, നടക്കാനൊന്നും പ്രയാസം ഉണ്ടാവില്ല, ശാരീരിക വിഷമതകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഭഗവാൻ സത്വഗുണത്തെ വർദ്ധിപ്പിക്കാൻ പറയുന്നത്. പിന്നെ ഇത് നമുക്ക് തന്നെ മനസ്സിലാവും അത്രേ. ഈ ചെറിയ ആൾക്കാർ കണ്ടില്ലേ, ആഹാരമൊക്കെ പഴകിയത് കഴിക്കണത് കാണും. 5-6 ദിവസമൊക്കെ മുമ്പുണ്ടാക്കിയ ആഹാരമൊക്കെ എന്ത് ചെയ്യും? കഴിക്കും. അത് പല വീടുകളിലും ഇപ്പോഴും ആൾക്കാർ ചെയ്യാറുണ്ട്. ഉണ്ടാക്കിയ ആഹാരമൊക്കെ നേരെ തണുത്ത പെട്ടിയിൽ കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞാൽ 4-5 ദിവസം കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരും, അത് നന്നായിട്ട് ചൂടാക്കും. എന്നിട്ട് നമ്മളതെന്ത് ചെയ്യും? കഴിക്കും. നമ്മൾ വിചാരിക്കും സമയം ലാഭമായി ചെയ്യുന്നല്ലേ. പക്ഷേ നമുക്ക് സമയം ലാഭം എന്ന് നമ്മൾ വിചാരിക്കണം, പക്ഷേ വാസ്തവത്തിൽ അത് നമ്മളെ ഉപദ്രവിക്കുകയാണ് ചെയ്യും. അതുകൊണ്ട് പഴയ ആഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ഒരാഹാരം ഉണ്ടാക്കിയാൽ 3 മണിക്കൂറുള്ളിൽ കഴിക്കണം എന്നാണ് പറയും. അപ്പോൾ ഗുരുവായൂരപ്പുരം കണ്ടില്ലേ, ഭഗവാന് നിവേദ്യം തയ്യാറാക്കിയാൽ, നിവേദ്യം തയ്യാറായാൽ എത്രയും പെട്ടെന്ന് ആ നിവേദ്യം അവിടെ കൊടുക്കണം എന്നാണ്. അമ്പലങ്ങളിലൊക്കെ അങ്ങനെയാണ്. അല്ലാണ്ട് രാവിലെ പോയി നിവേദ്യം വെച്ചു അത് അത്താഴപൂജയ്ക്ക് എടുക്കാൻ പറ്റില്ല. അത്താഴപൂജയ്ക്ക് വേറെ വെക്കണം. അത് ഉച്ചപൂജയ്ക്ക് എടുക്കാൻ പറ്റില്ല, ഉച്ചപൂജയ്ക്ക് വേറെ വെക്കണം. അപ്പോൾ ഏറ്റവും ചൂടുള്ള ആഹാരമാണ് ഭഗവാന് നിവേദിക്കുക. നമ്മുടെ കാര്യം അങ്ങനെയാണ്. ഉച്ചയ്ക്കുള്ള ആഹാരം എപ്പോഴാക്കിയാൽ മതി? ചില ആൾക്കാർ എളുപ്പത്തിന് വേണ്ടി രാവിലെ 8:30 മണിയാകുമ്പോഴേക്കും ഉച്ചയുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കും. ഒരു വൈകുന്നേരത്തേക്കും ഉണ്ടാക്കും. എല്ലാം കൂടി ഉണ്ടാക്കി രാവിലെ 8:30 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കുന്നത് എപ്പോഴും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആഹാരം കഴിക്കുമ്പോഴാണ് നമ്മളെ പല തരത്തിലാണത് ബാധിക്കുന്നത്. അതുകൊണ്ട് അതത് സമയത്തേക്കുള്ള ആഹാരം അതത് സമയത്ത് തന്നെ ഉണ്ടാക്കി കഴിക്കുക. ഉച്ചയ്ക്കുള്ള ആഹാരം 11:30 ഉണ്ടാക്കിയാൽ മതി, അതാണ് നല്ലത്. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഈ രജോ ഗുണം തമോ ഗുണം നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുമെന്ന് പറയുന്നു ഭഗവാൻ. പിന്നീട് 26-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചത്. ആ 26-ാമത്തെ അധ്യായത്തിൽ വൈരാഗ്യമുണ്ടാവാൻ വേണ്ടി ഐളൻ്റെ കഥയാണ് പറഞ്ഞത്. ഐളൻ എന്ന് പറഞ്ഞാൽ പണ്ട് പുരൂരവസ് എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. ആ പുരൂരവസ് ഉർവശിയുടെ പിന്നാലെ കുറേ കാലം ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. എന്തിനാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്? മനുഷ്യർക്ക് ലോകത്തിൽ കാണുന്ന എല്ലാം എത്രയോ നിസ്സാരമാണ് എന്ന ഒരു തോന്നലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഐളൻ്റെ ഗീത പറഞ്ഞു കൊടുക്കുന്നത്. ഈ പുരൂരവസ് കുറേ കാലം ഉർവശിയുടെ പിന്നാലെ നടന്നു. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ എന്തിനാണ് ഉർവശിയുടെ പിന്നാലെ നടന്നത് എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം പാടുന്ന പാട്ടാണ് ഭാഗവതത്തിലെ ഐളഗീതം എന്ന് പറയുന്ന പ്രസിദ്ധമായിരിക്കുന്ന ഗാനം. അപ്പോൾ ഐളഗീതം നമുക്ക് വൈരാഗ്യമുണ്ടാവാൻ വേണ്ടി നമ്മൾ ദിവസേന വായിക്കേണ്ടതാണ്. പിന്നെ ആ ഐളഗീതം പാടിക്കൊടുന്ന് പിന്നീട് ഭഗവാൻ പറയുന്നു, തതോ ദുസ്സംഗമുത്സജ്യ സൽസസജ്ജേത ബുദ്ധിമാൻ. 2 തരത്തിലുള്ള കൂട്ടുകെട്ടുകളാണ് നമുക്ക് ജീവിതത്തിലുള്ളത്. ഒന്ന് സജ്ജന സംസർഗമാണ്, പിന്നൊന്ന് ദുർജന സംസർഗമാണ്. ദുർജനങ്ങളോട് കൂട്ടിക്കൂടുക എന്താ ഉണ്ടാകുക? ദുർജനങ്ങളോട് കൂട്ടിക്കൂടിയാൽ നല്ല ആൾക്കാരും കൂടി ചീത്തയാവുക ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. സൽസു സജ്ജേന, സജ്ജനങ്ങളുമായിട്ടായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്. കുട്ടികളോട് പറയണം. നേരത്തെ ഇവിടെ ആരൊക്കെയോ പറഞ്ഞില്ലേ, കുട്ടികളൊന്നും ഭഗവതം കേൾക്കാൻ വരണില്ല. ഇന്നലെയാണൊരു കുട്ടിയെ കുറേ കൂട്ടുകാർ ചേർന്നിട്ട് നമ്മുടെ കേരളത്തിൽ തല്ലിക്കൊന്നത്. ആ കുട്ടി മരിച്ചുപോയി. ഇവിടെ അടുത്ത് തന്നെയാണ്, അതിൽ ദൂരത്തൊന്നുമല്ല. എന്താ ഈ കൂട്ടുകാരൊക്കെ കുട്ടിയെ കൊല്ലാൻ കാരണം ഇരുന്ന് ആലോചിക്കണം വേണ്ടേ? അത് ഒരു കേസൊന്നുമില്ല, അങ്ങനെ നിരവധി കേസുകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് വേണ്ടത്ര ധർമ്മബോധം ഉണ്ടാവാത്തത് കൊണ്ടാണ് ആ കുട്ടികൾ ഹിംസകളിലേക്ക് തിരിയണം.
അതുകൊണ്ട് ധർമ്മബോധം ഉണ്ടാവണേ എന്ത് വേണം? ഭഗവാൻ പറയുന്നു, സന്ത ഏതസ്യ ചിന്തന്തി മനോവ്യാസംഗ മുക്തിഭിഹി. മഹാത്മാക്കളുടെ കൂടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലത് ചെയ്യാൻ തോന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് നല്ലത് ചെയ്യാൻ തോന്നും. ഇപ്പോഴുള്ള കുട്ടികൾക്ക് മഹത്സംഗം വളരെ കുറവാണ് കിട്ടുന്നത്. അവർ എന്തൊക്കെയോ ജീവിക്കുന്നു, എന്തൊക്കെയോ ചിന്തിക്കുന്നു. അവർ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? തോന്നിയതൊക്കെ അവർ കാണിക്കുന്നു. അപ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നില്ല? സജ്ജന സംസർഗം കിട്ടണില്ല. പഴയ കാലത്തെ കുട്ടികൾക്ക് സജ്ജന സംസർഗം ഇഷ്ടംപോലെ കിട്ടിയതുകൊണ്ടാണ് ആ കുട്ടികൾ ഈ മാതിരി പ്രവൃത്തികളൊന്നും ചെയ്യാറുണ്ടായത്. അപ്പോൾ സജ്ജന സംസർഗത്തിൻ്റെ മഹിമയാണ് ഭഗവാൻ പറയുന്നത്. സന്തഹ അനപേക്ഷാഹ, അവിടെ ലക്ഷണങ്ങൾ പറയുന്നു ഭഗവാൻ. അവർ അനപേക്ഷന്മാരായിരിക്കും, എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നവരായിരിക്കും, മമത ഇല്ലാത്തവരായിരിക്കും, അഹങ്കാരം ഇല്ലാത്തവരായിരിക്കും, ദ്വന്ദ്ങ്ങളെ സഹിക്കുന്നവരായിരിക്കും. ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ചൂട് വന്നാൽ അത് സഹിക്കുന്നു, മഴ വന്നാൽ അതിനെ സഹിക്കുന്നു. എന്തെല്ലാം ഒന്നിൻ്റെ വിപരീതമായിട്ടുള്ളതാണ് ദ്വന്ദ്ം എന്ന് പറയും. എല്ലാ ദ്വന്ദ്ങ്ങളെയും അവർ സഹിച്ചുകൊണ്ട് ജീവിക്കുകയായിരിക്കും. ഇപ്പം ആർക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുട്ടികൾ വീട് ആത്മഹത്യ ചെയ്യുന്ന കാണാറില്ല. പല കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയൊരു വിഷമമുണ്ടായാൽ ഉടനെ അവരെന്ത് ചെയ്യുന്നു? കുട്ടികൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കാരണം അവർക്കത് താങ്ങാനുള്ള ശക്തിയില്ല. അപ്പം താങ്ങാനുള്ള ശക്തി ഉണ്ടാകുന്നത് ഈ ദ്വന്ദ്ങ്ങളെ സഹിക്കുമ്പോഴാണ്. പിന്നെ നിഷ്പരിഗ്രഹ, സജ്ജനങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അവരെപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭക്തിയുള്ള സജ്ജനങ്ങളുടെ കൂടെ ഇരുമ്പോൾ സന്തഹ ബ്രഹ്മവിദഃ ശാന്താഹ നൗഹു ദൃഢേവ അപ്സുമജ്ജത. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരാൾക്ക് നല്ല ഒരു കപ്പൽ കിട്ടിയാൽ ആ കപ്പലിൽ കയറിയിട്ട് എന്ത് ചെയ്യാം? രക്ഷപ്പെടാം. ഇതുപോലെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർ ഒരിക്കലും എന്തിനു പോകരുത്? ചാവാൻ പോകരുത്. നിങ്ങളോട് കൂടിയാട്ടോ പറയണം. ചത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ വാർത്ത വായിക്കുകയുള്ളൂ, ഇന്നയാൾ ഇന്ന തരത്തിൽ ആത്മഹത്യ ചെയ്തു. അതോ ആത്മഹത്യ ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടില്ലല്ലോ. നമ്മളത് വായിച്ചതുകൊണ്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ പ്രയോജനമില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കാണ് എന്ത് തോന്നേണ്ടത്? ആത്മഹത്യ ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും, മരിച്ചു കളയാൻ. ചില ആൾക്കാർ പറയുകയും ചെയ്യും. ആ പറയുന്നവരെ നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ചത്ത് കളയുന്നൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. അവരുടെ ഉള്ളിലൊരു വാസനയുണ്ടാവും എന്തിന്? ആത്മഹത്യ ചെയ്യാൻ. അപ്പോൾ നല്ല വിവരമുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പം ആത്മഹത്യ ചെയ്യണത്. നല്ലതുപോലെ കോളേജുകളിലൊക്കെ നാളെ ഏതൊരു പ്രൊഫസറാണ് പോയിട്ട് ആത്മഹത്യ ചെയ്തത്. കോളേജിലൊക്കെ പഠിച്ച ആളാണ്, പഠിപ്പിച്ച ആളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പോയിട്ട് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആരുടെ മനസ്സിലും തോന്നാം. ഭഗവാൻ പറയുന്നത് ഒരിക്കലും ചെയ്യരുത്. പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയുക. അത് കുറച്ചു കാലമേ ഉണ്ടാവുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞാൽ എന്നും മഴ പെയ്യില്ലല്ലോ. എന്നും മഴ പെയ്യുമോ? മഴ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വെയിൽ, എന്നും വെയിലുണ്ടാവില്ല. ഇപ്പം നമ്മൾ നല്ല ചൂടുണ്ടെന്ന് പറയും, ചൂടുണ്ട്. പക്ഷെ എന്നും ചൂടുണ്ടാവില്ല. കുറച്ച് കാലം കഴിഞ്ഞാൽ ചൂട് മാറിയിട്ട് മഴക്കാലം വരും. ഇതേപോലെ ജീവിതത്തിലും അങ്ങനെയാണ്. ദുഃഖം വരുന്നത് താൽക്കാലികമാണ്. അത് കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്തുണ്ടാവും? നല്ല കാലം ഉണ്ടാവും. എല്ലാ പണവും നഷ്ടപ്പെട്ടാലും നമ്മൾ എന്ത് ചെയ്യേണ്ട? ആത്മഹത്യ ചെയ്യേണ്ട. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ധനം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യണത് കാണും. ധനം നഷ്ടപ്പെട്ടാൽ എന്തിനാ പേടിക്കണത്? എന്തിനാ പേടിക്കണം? എനിക്ക് മനസ്സിലാവില്ല. എന്തിനാ? അപ്പം നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, അത് കാണാനില്ല, അല്ലെ നഷ്ടപ്പെട്ടു, ആരോ വലിച്ചു കൊണ്ടുപോയി. ബാങ്കിൽ നിന്നൊക്കെ വലിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, മൊബൈലൊക്കെ ഉപയോഗിച്ച് വലിക്കുന്ന ആൾക്കാർ പണ്ട് ഇല്ല, എപ്പോൾ ഉണ്ട്. നിങ്ങളുടെ കയ്യിലെല്ലാം ഒരു 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ട് സമ്പാദിച്ചു, അതൊക്കെ പോയി എന്നില്ലേ? അതുപോലെ ഞങ്ങളത് ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്യാൻ പോകരുത്. കാരണം നമുക്കിനി ജീവിക്കാം, പണം ഉണ്ടാക്കാൻ പറ്റും. ഇനിയും ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മളെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. എല്ലാവരും ദുഷ്ടന്മാരൊന്നും അല്ല ഭൂമിയിൽ. ഭൂമിയിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ആ നല്ല മനുഷ്യരെ നമ്മളുടെ കുടുംബക്കാരായിട്ട് കാണുക. അതുകൊണ്ടാണ് ഈ വസുധൈവ കുടുംബം എന്നുള്ള ആശയമൊക്കെ ഏകാദശത്തിൽ നിന്ന് പോയതാണ്. ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാനതാ പറഞ്ഞത് ഈ പായസദ്യം കഴിക്കേണ്ട. ഈ ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാരെയും നമുക്ക് ആരായിട്ട് കാണാൻ പറ്റണം? നമ്മളുടെ ബന്ധുക്കളായിട്ട് കാണാൻ പറ്റണം. അപ്പോൾ അമേരിക്കയിലുള്ളവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്, ബ്രസീലിലുള്ളവർ നമ്മുടെ ബന്ധുക്കളാണ്. എന്താ വ്യത്യാസം? നമ്മളിവിടെയുള്ള അമ്മായിയെ പോലെ തന്നെയല്ലേ ബ്രസീലിലുള്ള ആൾക്കാരല്ലേ? എന്താ വ്യത്യാസം? നമ്മുടെ മക്കളെ പോലെ തന്നെയല്ലേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾ? എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. അപ്പം അങ്ങനെ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും നമ്മുടെ ബന്ധുക്കളായിട്ട് കാണുമ്പോൾ നമുക്കിഷ്ടംപോലെ ബന്ധുക്കളായി. അപ്പം അങ്ങനെ അതിനാണ് ഈ ലോകമേ തറവാട് എന്ന് പറയും. അപ്പം നമുക്ക്
ഇഷ്ടം പോലെ നമ്മളൊരു 10 ബന്ധുക്കളൊന്നും മരിച്ചാലും നമ്മുടെ ബന്ധുക്കളുടെ എണ്ണം കുറയില്ല. എന്താ കാരണം? ലോകത്തിൽ 800 കോടി ആൾക്കാരും നമ്മുടെ ബന്ധുക്കളാണെന്ന് വിചാരിച്ചാൽ 10 പേര് മരിച്ചാലൊന്നും നമ്മളിത് ബാധിക്കില്ല. എന്താ കാരണം? നമുക്ക് ഇഷ്ടംപോലെ ബന്ധുക്കളില്ല. അപ്പം അങ്ങനെ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും എന്തുകൊണ്ടോ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സ്വന്തം ആൾക്കാരായിട്ട് കാണാൻ കഴിയുന്നില്ല. അത് കാണാൻ വേണ്ടി നമ്മൾ എന്നാൽ ഇരുന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാവും. നമുക്ക് 2 കാല്, യൂറോപ്പിലുള്ളവർക്കോ 4 കാലുണ്ടാവും. 2 കാലുണ്ട്. നമ്മുടെ മൂക്കിന് 2. ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം. നമ്മുടെ മൂക്കിന് 2 ദ്വാരം, അവിടെ ഉള്ളവർക്കും മൂക്കിന് 2 ദ്വാരം. നമുക്കൊരു ഹൃദയമല്ലേ ഉള്ളൂ, അവിടെ ഉള്ളവർക്കോ 2 ഹൃദയമൊന്നുമില്ല, ഒരു ഹൃദയം തന്നെയുള്ളൂ. നമുക്ക് സാധാരണ ഒരാൾക്ക് 2 വൃക്കയുണ്ടാവും. അവിടെ ഇല്ലൊന്നും 2 വൃക്കയുള്ളൂ. നമ്മുടെ കയ്യിൽ 5 വിരലുണ്ട് അല്ലേ? അപ്പോൾ എത്യോപ്യയിലെ ആൾക്കാർക്ക് എത്ര വിരലുണ്ടാവും? 5 തന്നെയുള്ളൂ, അധികമൊന്നുമില്ല. നമ്മളുള്ളിൽ ചോര ഓടുന്നുണ്ട്, അവരുള്ളിൽ ചോര ഓടുന്നുണ്ട്. പിന്നെന്താ വ്യത്യാസം? അപ്പം ഇങ്ങനെ ഇരുന്നങ്ങനെ ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് തോന്നുന്നത് ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത ലിസ്റ്റ് ഉണ്ട് ബന്ധുക്കളുടെ. അവിടുന്ന് ഒഴിച്ചത് മേലെടുത്തേക്കാണ് കൊടുത്തത്. രണ്ടാമത്തെ കുട്ടിയോ രണ്ടാമത്തെ കിരീടത്തേക്കോ, ഒരാൾ മേലേടും മറ്റാൾ കിരീടും. ഇങ്ങനെ നമ്മൾ മേലേടും കിരീടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ബന്ധുക്കളായിട്ട് നടക്കും അല്ലേ? ബാക്കിയുള്ളവരോ എന്താ? അപ്പോൾ ഭഗവാൻ പറയുന്നത് അങ്ങനെ ആവേണ്ട. ഭഗവാൻ പറയുന്നു എല്ലാവരെയും നമ്മൾ ആരായിട്ട് കാണുക? നമ്മുടെ സ്വന്തം ആൾക്കാരായിട്ട് കാണുക. അത്രയും നല്ല വിശാലമായ ഒരു ഹൃദയം നമുക്കുണ്ടാകുമ്പോൾ എല്ലാവരും നമ്മളെ സഹായിക്കില്ലേ? അപ്പോൾ ചെയ്തു നോക്കും. കുറേശ്ശെ യാതൊരു പരിചയമില്ലാത്ത ആളെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഒരു ശ്രമിച്ചു നോക്കണോ?